2 പതിറ്റാണ്ട് പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായി വികസിത ഭാരത് റോസ്ഗാർ ആൻഡ് അജൈവ മിഷൻ ബില്ല് 2025 അവതരിപ്പിക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കാൻ അജണ്ടയിൽ ഉൾപ്പെടുത്തിയെങ്കിലും ശക്തമായി പ്രതിഷേധിക്കുമെന്ന് പ്രതിപക്ഷം അറിയിച്ചതോടെ ഇന്നലെ അവതരിപ്പിച്ചില്ല. ബില്ല് പ്രകാരം 60:40 എന്ന രീതിയിൽ പദ്ധതി വിഹിതം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കിടയിൽ വീതിക്കും. നേരത്തെ പദ്ധതി വിഹിതത്തിന്റെ 100% കേന്ദ്ര സർക്കാരായിരുന്നു നൽകിയിരുന്നത്. എന്നാൽ ബില്ല് പ്രാബല്യത്തിൽ വന്നാൽ പദ്ധതിയുടെ 40% വിഹിതം സംസ്ഥാനങ്ങൾ വഹിക്കേണ്ടതാണ്. ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ പദ്ധതി വിഹിതം 90:10 എന്ന അനുപാതത്തിൽ വീതിക്കും. പദ്ധതി വിഹിതത്തിൽ മാറ്റം വരുത്തിയെങ്കിൽ വേതന നിരക്ക് പഴയപടി തുടരും. വർഷത്തിൽ 100 തൊഴിൽ ദിനം എന്നത് 125 തൊഴിൽ ദിനമായി ഉയർത്താനും ബില്ലിൽ നിർദ്ദേശിച്ചിരിക്കുന്നു. പദ്ധതിയുടെ മേൽനോട്ടം വഹിക്കുന്നതിനും അവലോകനം ചെയ്യുന്നതിനും നിരീക്ഷിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാരിന് കീഴിൽ കേന്ദ്ര ഗ്രാമീൺ റോസ്ഗാർ ഗ്യാരണ്ടി കൗൺസിലും സംസ്ഥാന സർക്കാരുകൾക്കിടയിൽ സംസ്ഥാന ഗ്രാമീൺ റോസ്ഗാർ ഗ്യാരണ്ടി കൗൺസിലുകളും രൂപീകരിക്കുന്നതിന് പുതിയ ബില്ല് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം കേന്ദ്ര സംസ്ഥാന തലത്തിലെ സംയോജനത്തിനായി ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റിയും പുതിയ നിയമത്തിനുള്ളിൽ രൂപീകരിക്കും. നേരത്തെ കേന്ദ്ര ഗ്രാമീണ വികസന മന്ത്രാലയമായിരുന്നു പദ്ധതി നിയന്ത്രിച്ചിരുന്നത്. ജലസുരക്ഷ ഉറപ്പുവരുത്തുന്ന ജോലികൾ, ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്ന നടപടികൾ, ഉപജീവനവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്ന ജോലികൾ, തീവ്രമായ കാലാവസ്ഥാ സംഭവങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള പ്രത്യേക പ്രവർത്തനങ്ങൾ എന്നീ 4 മുൻഗണനകളുടെ അടിസ്ഥാനത്തിലാണ് തൊഴിലുകൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവയ്ക്ക് കീഴിൽ വരുന്ന തൊഴിലാളികൾക്കായിരിക്കും പുതിയ ബില്ലിനനുസരിച്ച് അംഗീകാരം ലഭിക്കുക. തൊഴിലവസരങ്ങളും സുസ്ഥിരമായ ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പുവരുത്തുകയാണ് പുതിയ നിയമത്തിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. 60 ദിവസത്തെ ജോലിരഹിത സമയം പുതിയ ബില്ലിൽ നിർബന്ധമാണ്. കാർഷിക വിളവെടുപ്പിന്റെ സമയത്ത് തൊഴിൽ ക്ഷാമം ലഘൂകരിക്കുന്നതിനാണിത്. വർഷത്തിൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ 125 ദിവസത്തെ തൊഴിൽ ഗ്യാരണ്ടി ബില്ല് ഉറപ്പു നൽകുന്നു. അതേസമയം സംസ്ഥാന സർക്കാരുകൾക്കുമിടയിൽ കൂടുതൽ ബാധ്യത സൃഷ്ടിക്കുകയാണ് പുതിയ ബില്ല് കൊണ്ട് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. കേരളത്തിന് മാത്രം 2500 കോടി രൂപ അധിക ബാധ്യത ഉണ്ടാക്കുമെന്നും രാജ്യസഭാംഗം ജോൺ ബ്രിട്ടാസ് ചൂണ്ടിക്കാട്ടി. മഹാത്മാഗാന്ധിയുടെ പേര് കേൾക്കുന്നത് BJPക്ക് അസ്വസ്ഥത സൃഷ്ടിക്കുന്നുവെന്നതിനും തെളിവാണ് എന്നും പേര് മാറ്റുന്നത് എന്ന് KC വേണുഗോപാൽ MP കുറ്റപ്പെടുത്തി.